ഹലോ, എല്ലാവരോടും നമസ്കാരം. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ 3 വർഷം പൂർത്തിയാക്കുകയാണ്. വളരെ വിപുലമായ ആഘോഷ പരിപാടികൾ ഈ വരുന്ന ദിവസങ്ങളിൽ സർക്കാർ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സർക്കാരിന്റെ 3 വർഷത്തെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഏതെല്ലാം കാര്യങ്ങളിൽ മികവ് പുലർത്തി എന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായി തോന്നുന്നു. അതുവഴി നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കാനും സാധിക്കും. പക്ഷപാതപരമായ രീതിയിൽ പെരുമാറുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾ, ചാനലുകളും പത്രങ്ങളുമെല്ലാം വളരെ തെറ്റായ രീതിയിലുള്ള സർവേകൾ നടത്തി നിങ്ങൾക്ക് മുന്നിൽ തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ പരിശോധിക്കുകയാണ്. 16 മേഖലകളാക്കി പ്രവർത്തനങ്ങളെ തരംതിരിച്ചുകൊണ്ട് ആണ് ഞാൻ ഈ അവലോകനം നടത്തുന്നത്. ഓരോ മേഖലയ്ക്കും സർക്കാരിന്റെ പ്രവർത്തന മികവനുസരിച്ച് 0 മുതൽ 5 വരെ ഗ്രേഡുകൾ നൽകിയിരിക്കുകയാണ്. എന്നാൽ നമുക്കിനി ഓരോ മേഖലയെക്കുറിച്ചും പരിശോധിക്കാം. ആദ്യമായി നമുക്ക് തൊഴിൽ മേഖല പരിശോധിക്കാം. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ശ്രീ നരേന്ദ്രമോദി 1 കോടി തൊഴിലുകളാണ് രാജ്യത്തിനായി വാഗ്ദാനം ചെയ്തത്. എന്നാൽ നിങ്ങൾ ഈ ഗ്രാഫ് പരിശോധിക്കുക. കഴിഞ്ഞ 8 വർഷത്തെ ഏറ്റവും കുറവ് തൊഴിൽ വളർച്ചാ നിരക്കാണ് ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2009 10 ലക്ഷം തൊഴിലുകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ 2015 1 ലക്ഷവും 2016 2 ലക്ഷം തൊഴിലുകളും സൃഷ്ടിക്കപ്പെട്ടു. ഇതിനു പുറമെ IT സെക്ടറിൽ നിന്ന് വളരെ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന 3 വർഷങ്ങളിൽ വർഷത്തിൽ 2 ലക്ഷം എന്ന നിരക്കിൽ തൊഴിൽ നഷ്ടമുണ്ടാവുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് നെഗറ്റീവ് വളർച്ചാ നിരക്ക് വരെ കാണാൻ സാധ്യതയുണ്ട്. ഇതിനർത്ഥം തൊഴിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രീ നരേന്ദ്രമോദി തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പോലുള്ള പദ്ധതികൾ പരിപൂർണ പരാജയമായിരുന്നു. ഇനി നമുക്ക് GDP വളർച്ച അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഗ്രാഫ് നിങ്ങൾ പരിശോധിക്കുക. പലവരും പറയുന്നത് നരേന്ദ്രമോദിയുടെ ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ GDP വളർച്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ വളരെ വ്യക്തമായി കാണാവുന്നതാണ്, UPA 1-ന്റെയും 2-ന്റെയും എല്ലാം സമയത്ത് ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള GDP വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിൽ ഈ സർക്കാർ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഗ്രാഫിൽ തന്നെ നിങ്ങൾക്കറിയാം അത് ഏത് പോയിന്റിലാണ് ആ മാറ്റം സർക്കാർ ചെയ്തത് എന്നുള്ളത്. ഇതുവഴി ഏകദേശം 2.2% കൂടുതൽ വാല്യൂ കാണിക്കുന്നതിനുള്ള സാധ്യതകൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രീതിയും കൂടി പരിശോധിക്കുമ്പോൾ GDP വളർച്ച എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങൾ കാണിക്കുന്നത് പോലുള്ള രീതിയിലുള്ള ഒരു വലിയ മാറ്റത്തിലോ വലിയ ഒരു വളർച്ചയോ കാണുന്നില്ല. അടുത്തതായി നികുതി പിരിവ്. ഇൻഡയറക്റ്റ് ടാക്സ് കളക്ഷൻ ഏകദേശം 25%, ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ ഏകദേശം 12% ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലായി കൂടുതലായിട്ട് നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിലൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, സ്വച്ഛ് ഭാരത് സെസ്, കൃഷി കല്യാൺ സെസ് എന്നുപോലുള്ള കൂടുതൽ ടാക്സുകൾ നമ്മൾക്ക് മേലിൽ ചുമത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ GSTയുടെ കാര്യത്തിൽ GST ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഇത് തീർച്ചയായും നല്ല രീതിയിലുള്ള ഒരു ഫലമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ അതിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാന കാര്യം, UPA ഗവൺമെന്റ് ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ BJP അതിനെ നഖശിഖാന്തം എതിർക്കുകയായിരുന്നു. അടുത്തത് കള്ളപ്പണം. നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിരുന്നത് 100 ദിവസത്തിനുള്ളിൽ രാജ്യത്തിന് പുറത്തുള്ള കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ
പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു രീതിയിലുള്ള തിരിച്ചുവരവും കള്ളപ്പണത്തിന്റെ ഒരു രീതിയിലുള്ള തിരിച്ചുവരവും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുമാണ്. ഡിമോണിറ്റൈസേഷൻ വഴി, നോട്ട് നിരോധനം വഴി കുറച്ച് കള്ളപ്പണം തിരിച്ചു വന്നിട്ടുണ്ടാവാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ നോട്ട് നിരോധനം നടപ്പിലാക്കിയ അതിന്റെ ചെലവുമായി നമ്മൾ അത് താരതമ്യം ചെയ്യുമ്പോൾ അതും ഫലവത്തായ രീതിയിൽ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് അതിനു വേണ്ട മെച്ചങ്ങൾ കിട്ടിയിട്ടില്ല എന്നായിരിക്കും നമുക്ക് അനുമാനിക്കേണ്ടി വരിക. ഇനി നമുക്ക് നക്സലിസവും കാശ്മീർ തീവ്രവാദത്തിനെയും കുറിച്ച് ചർച്ച ചെയ്യാം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഏറ്റവും മോശം പെർഫോമൻസ് കണ്ട ഒരു മേഖലയായിരുന്നു ഇത്. 56 ഇഞ്ചുമായി വന്ന നരേന്ദ്രമോദി പല രീതിയിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച ഈ മേഖല പക്ഷേ വളരെ നിരാശാജനകമായിരുന്നു. നക്സലിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ 2017 ഏപ്രിൽ മാസം ഏറ്റവും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നക്സലുകളാൽ കൊല്ലപ്പെട്ട മാസങ്ങളിൽ ഒന്നായിരുന്നു ഏപ്രിൽ 2017 എന്നുള്ളത് ഈ ഗ്രാഫ് വെച്ച് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാശ്മീർ ജനത ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ തെളിവായിരുന്നു ഈ കഴിഞ്ഞ മാസം നടന്ന ബൈ ഇലക്ഷനിൽ 2% ആളുകളാണ് വോട്ട് ചെയ്യാൻ വന്നത്. അതുപോലെ തന്നെ സർക്കാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് നാഷണലിസ്റ്റും ആന്റി നാഷണലിസ്റ്റും എന്നിങ്ങനെ ജനങ്ങളെ രണ്ടാക്കി തിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുതിരാതെ അവരെ ആന്റി നാഷണൽ എന്നുള്ള പദവി കൊടുത്തുകൊണ്ട് അവരെ രാജ്യത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗവൺമെന്റിന്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ മോശം എന്ന് പറയാവുന്ന ഒരു മേഖലയാണ് രാജ്യത്തിനകത്തുള്ള തീവ്രവാദം നേരിടുക. അടുത്തത് വൈദ്യുതീകരണം. രാജ്യത്തിലെ ഗ്രാമങ്ങൾ വൈദ്യുതീകരിക്കുന്നതിൽ ഈ സർക്കാർ ഒരു വിജയമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ നിങ്ങൾ ഈ ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ പൊതുവെ UPA 2 നല്ല പെർഫോമൻസ് ആണ് ഈ സർക്കാർ കാണിച്ചിട്ടുള്ളത്. എന്നാൽ UPA 1 താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ തുലവും പിന്നിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ സർക്കാർ വൈദ്യുതീകരണത്തെക്കുറിച്ച് അവകാശപ്പെടുന്ന പല മേഖലകളിലും ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല എന്നുള്ള വസ്തുത പല മാധ്യമങ്ങളും ഈ അടുത്ത കാലത്തായി പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് നല്ല രീതിയിലുള്ള പ്ലാനുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2018 രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളും വൈദ്യുതീകരിക്കുമെന്നാണ് വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്തത് ഹൈവേ നിർമ്മാണം. ഈ രംഗത്ത് ഗവൺമെന്റ് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് 2015 16 കിലോമീറ്ററുകൾ, ഒരു ദിവസത്തിൽ 16 കിലോമീറ്റർ എന്നുള്ള തോതിൽ ഗവൺമെന്റ് ഹൈവേ നിർമ്മാണം നടത്തി. UPA കാലത്തെ 2012 അത് 15 കിലോമീറ്റർ പെർ ഡേ ആയിരുന്നു. അതുപോലെ തന്നെ 2012 11 കിലോമീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ ഹൈവേ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിലെ ഒരു കാര്യം, നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ഗഡ്കരി അവകാശപ്പെട്ടത് UPA ഗവൺമെന്റിന്റെ കാലത്ത് 2 കിലോമീറ്റർ പെർ ഡേ എന്ന തോതിലാണ് പ്രവർത്തനം നടന്നിരുന്നു എന്നുള്ളതാണ്. അത് വളരെ തെറ്റായ ഒരു വിവരമായിരുന്നു. തന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ നന്നാക്കി കാണിക്കുന്നതിന് വേണ്ടി തെറ്റായ വിവരങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നിവിടെ. ഊർജ നിർമ്മാണം. ഈ രംഗത്തും ഗവൺമെന്റിന്റെ പ്രവർത്തനം വളരെ നല്ലതായിരുന്നു. ഗവൺമെന്റിന്റെ ഉജാല സ്കീം പ്രകാരം LED സപ്ലൈ ചെയ്തത് ഏകദേശം 2016 ഡിസംബറോടുകൂടി ഏകദേശം 18 കോടിയോളം LED സപ്ലൈ ചെയ്യാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2019 ആവുമ്പോഴേക്കും 77 കോടിയോളം LED സപ്ലൈ ചെയ്യാനാണ് ഗവൺമെന്റിന്റെ പദ്ധതി. ഇതുവഴി 2016 വരെ ഏകദേശം 20,000 മെഗാവാട്ട് വൈദ്യുതിയോളം ഗവൺമെന്റിന് ലാഭിക്കാൻ സാധിച്ചിട്ടുണ്ട്.
ഇങ്ങനെ പോവുകയാണെങ്കിൽ രാജ്യത്തിന് എക്സ്പോർട്ട് ചെയ്യാൻ പവർ എനർജി എക്സ്പോർട്ട് ചെയ്യാൻ വരെ സാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം നമ്മൾ ഒരു എനർജി സർപ്ലസ് കൺട്രി, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഉണ്ടാക്കുന്ന വൈദ്യുതി നമ്മുടെ ചെലവിനേക്കാൾ യൂസ് ചെയ്യുന്ന വൈദ്യുതിയേക്കാൾ കൂടുതലായി വന്നു. അങ്ങനെ ഒരു എനർജി സർപ്ലസ് കൺട്രിയായി ഇന്ത്യ മാറുകയുണ്ടായി. എന്ന് വെച്ച് നമ്മുടെ വൈദ്യുതി കറണ്ട് ഇല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥയൊക്കെ തീർച്ചയായും തുടരും. കാരണം ഈ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ നഷ്ടങ്ങളുണ്ട്. അതുണ്ട്. എന്ന് കഴിഞ്ഞാലും എനർജിയുടെ കാര്യത്തിൽ രാജ്യം വളരെ നല്ല ഒരു ഇംപ്രൂവ്മെന്റ് ആണ് ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ ഇന്ത്യ 2022 170 ഗിഗാവാട്ട് വൈദ്യുതി എനർജി ഉൽപ്പാദിപ്പിക്കുമെന്ന് ആണ് ഈ പാരീസ് ഉച്ചകോടി. അടുത്തത് അഴിമതി. വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ രംഗം നമ്മൾ കാണുന്നത്. എന്നാൽ മുകളിലെ തലത്തിലുള്ള അഴിമതിയിൽ നമുക്ക് പ്രത്യേകിച്ച് കുറവ് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം അതിന് കാരണങ്ങൾ പലതാവും. ഒന്ന്, അതിനെക്കുറിച്ചുള്ള മീഡിയകളൊന്നും അതിൻ്റെ പിന്നാലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താത്തതാവാം ചിലപ്പോൾ കാരണങ്ങൾ. അതുപോലെ തന്നെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിപ്പെടുന്നതിന് പൊതുജനങ്ങൾക്ക് സാധിക്കാത്ത ഒരവസ്ഥയും ഈ ഭരണത്തിന് കീഴിലുണ്ട്. ഉദാഹരണം, DDCA, അതായത് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനെ കുറിച്ച് വ്യക്തമായ തെളിവുകളുമായി BJPയുടെ ഒരു MP തന്നെ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്താനോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ നമ്മുടെ സർക്കാർ ധൈര്യം കാണിക്കാതെ, അല്ലെങ്കിൽ സർക്കാർ തുനിഞ്ഞില്ല എന്നുള്ള ഒരു വസ്തുത തീർച്ചയായും ഉണ്ട്. എന്നാൽ താഴെ തട്ടിലേക്കുള്ള അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വീണ്ടും നിരാശ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് താഴെത്തട്ടിൽ 67% അഴിമതി ഈ വർഷം കൂടി എന്നുള്ളതാണ്. ഇത് തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു അങ്കലാപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ 2017 ഫിനാൻസ് ബിൽ, അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവരുന്ന ഫിനാൻസ് ബിൽ അഴിമതിയെ കൂടുതൽ ഈസിയായിട്ട്, അഴിമതി നടത്തുന്നത് കൂടുതൽ ഈസിയാക്കുന്ന ഒരു ബില്ലാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്. അതിൽ അഴിമതി നടത്തുക എന്നുള്ളത്, അഴിമതി നടത്തുന്നവർക്ക് കൂടുതൽ സുരക്ഷ നൽകുന്ന ഒരു ബില്ലാണ് അത്. അതുപോലെ തന്നെ ജനലോക്പാലിനെ കുറിച്ച് സുപ്രീം കോടതി വരെ ഗവൺമെന്റിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നില്ല? തീർച്ചയായും അവിടെ ഒരു സംശയത്തിന്റെ ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി ഗവൺമെന്റ്, ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി ഗവൺമെന്റ് ജനലോക്പാൽ ബിൽ പാസ്സാക്കിയിട്ട് അത് തടഞ്ഞു വെക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവരുടെ ആത്മാർത്ഥത തീർച്ചയായും. അടുത്തത് സ്വച്ഛ് ഭാരത്. വളരെ ഗംഭീരമായ തുടങ്ങിയ ഒരു പ്രൊജക്റ്റായിരുന്നു, ഗവൺമെന്റിന്റെ ഒരു സ്കീമായിരുന്നു സ്വച്ഛ് ഭാരത്. വളരെ കൂടുതൽ പണം മുടക്കി വളരെ ഗംഭീരമായിട്ട് തന്നെ ഗവൺമെന്റ് പരസ്യങ്ങളെല്ലാം കൊടുത്തു ആ ഒരു പദ്ധതി തുടക്കം ചെയ്തു. ഇനി അത് എത്ര കണ്ട് ഫലപ്രദമായിരുന്നു, അതിൽ എന്തെല്ലാം നടന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കൂടുതൽ പരിശോധിച്ചാൽ വ്യക്തമാവും. നിങ്ങളുടെ ഗ്രാമങ്ങളിലും നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലും ഈ പദ്ധതി പ്രകാരം എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. ഏകദേശം തുടങ്ങുന്ന വർഷത്തിൽ തന്നെ ഏകദേശം 100 കോടിയോളം രൂപയുടെ പരസ്യമാണ് ഗവൺമെന്റ് ഈ ഒരു പ്രൊജക്റ്റിനായി നീക്കിവെച്ചത്. എന്നാൽ വേസ്റ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഫണ്ട് 46% ഗവൺമെന്റ് കുറച്ചിരിക്കുകയാണ്. നമ്മുടെ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഏകദേശം 19% മാത്രമേ രാജ്യത്ത് നല്ല രീതിയിലുള്ള വേസ്റ്റ് ട്രീറ്റ്മെന്റ് നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് പുതിയ ഡാറ്റകൾ. തെരഞ്ഞെടുപ്പ് സമയത്ത് മോഡി വാഗ്ദാനം ചെയ്ത വലിയൊരു കാര്യമായിരുന്നു ഗംഗാ ശുദ്ധീകരണം. വലിയൊരു വാഗ്ദാനം തന്നെയായിരുന്നു അത്. 2016 ആവുമ്പോഴേക്ക് ഗംഗ ശുദ്ധീകരിക്കുമെന്നുള്ള വാഗ്ദാനം ഒരിക്കലും നടന്നില്ല. അതിനുശേഷം അവർ പറഞ്ഞു 2019 2020 അങ്ങനെ പല വാഗ്ദാനങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2016 വരെ ഏകദേശം 3000 കോടി രൂപ ഗംഗാ ശുദ്ധീകരണത്തിന് വേണ്ടി ചിലവഴിച്ചിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ്. എന്നാൽ
കൂടുതൽ വൃത്തിഹീനമാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ 3000 കോടി എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ഒരു അഴിമതി നടന്നോ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. വ്യക്തി സുരക്ഷ കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തി സുരക്ഷയുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് അമ്പേ പരാജയമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ബീഫുമായി നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഗൗരക്ഷകർ വന്ന് ആക്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഭാര്യയുമായോ നിങ്ങളുടെ സഹോദരിയുമായോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബജറംഗ് മറ്റോ പ്രവർത്തകർ വന്ന് നിങ്ങളെ തൊഴിക്കാം. ഈ ഒരു രീതിയിലാണ് ഇന്ന് രാജ്യത്തെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാന കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള തെറ്റായ രീതിയിലുള്ള ഒരു നാഷണലിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് രാജ്യത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അവർ സ്വയം പോലീസിനേക്കാളോ മറ്റ് നമ്മുടെ സെക്യൂരിറ്റി ആളുകളെക്കാളോ കൂടുതൽ വലിയ ഒരു രാജ്യ സുരക്ഷയുടെ ആളുകളായിട്ട് സ്വയം അവരോധിച്ചുകൊണ്ട് അവർ സ്വയം ആക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഇത്ര സുഗമമായി നടക്കുന്നതിന്റെ പ്രധാന കാരണം ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു തീവ്രവാദം രാജ്യത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് ഇക്കാര്യങ്ങളെല്ലാം എത്തിക്കുകയും. സ്ത്രീ സുരക്ഷയാണ് അടുത്തത്. ഇക്കാര്യത്തിലും പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. 2014 പാസാക്കിയ നിർഭയ ഫണ്ട് ഈ കഴിഞ്ഞ 3 വർഷത്തിലും ഉപയോഗിക്കാതെ അതിൽ നിന്ന് 1 രൂപ പോലും ഉപയോഗിക്കാത്ത അവസ്ഥയാണുള്ളത്. അതായത് കഴിഞ്ഞ 3 വർഷമായി 1000 കോടി വെച്ച് 3000 കോടിയോളം ഉപയോഗിക്കാതെ ബാക്കിയായി 3000 കോടിയോളം ബാക്കിയായി നിൽക്കുന്ന അവസ്ഥ. എന്നാൽ രാജ്യത്ത് ബലാത്സംഗങ്ങളും അതുപോലുള്ള സ്ത്രീ പീഡനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്ന. അടുത്തത് വിദേശ നയം. വളരെ കൂടുതലായി സംസാരിക്കേണ്ട ഒരു മേഖലയാണ് ഈ വിദേശ നയം. എന്നാൽ വളരെ സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ ഈ രംഗത്ത് ഗവൺമെന്റ് ഒരു പരാജയം തന്നെയായിരുന്നു എന്ന് നാം സമ്മതിക്കേണ്ടി വരും. ഇന്ത്യയും നേപ്പാളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റവും നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധമായിരുന്നു സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഈ അടുത്ത കാലത്ത് നേപ്പാൾ ചൈനയുമായി മിലിറ്ററി എക്സസൈസ് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ റഷ്യ കാലങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. അവർ ഒരിക്കലും പാകിസ്ഥാനുമായി സൈനിക അഭ്യാസം നടത്തിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷം അതും സംഭവിച്ചു. അതുപോലെ തന്നെ മ്യാൻമാർ, മംഗോളിയ തുടങ്ങിയ രാജ്യങ്ങളോടെല്ലാം നമുക്കുണ്ടായിരുന്ന ബന്ധം തകരാറിലാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇവിടെ കണ്ടത്. എന്നാൽ ബംഗ്ലാദേശിനോട് മാത്രം ഇപ്പോഴും നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ രാജ്യത്തിന് പുറത്തു പോയി നരേന്ദ്രമോദി പല യാത്രകളും പല ഇവന്റുകളും നടത്തിയെന്നെങ്കിലും അതിന്റെ എല്ലാം ഫലം ശൂന്യമായിരുന്നു എന്നുള്ളത് ആണ് ഈ അടുത്ത ദിവസങ്ങളിൽ അന്താരാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ നാം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വാസ്തവം. റെയിൽവേ ഈ രംഗത്ത് നല്ല ഒരു പെർഫോമൻസ് ആണ് ഗവൺമെന്റ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയേണ്ട വരും. പുതിയ ട്രെയിനുകളും പുതിയ സൗകര്യങ്ങളും പുതിയ ഹൈടെക് രീതിയിലുള്ള പല കാര്യങ്ങളും ഈ രംഗത്ത് കൊണ്ടുവരാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ കൂടെ നമ്മൾ പറയേണ്ടി വരിക ഏറ്റവും കൂടുതൽ ട്രെയിൻ ഫെയറുകളെല്ലാം രാജ്യത്ത് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫെയറിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ ആക്സിഡന്റുകൾ എന്നോണം ആക്സിഡന്റുകൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ എയർ ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ലാഭമായിരുന്നു എന്നുള്ള തെറ്റായ വിവരങ്ങളൊക്കെ മീഡിയ കൊടുത്തിരുന്നു. എന്നാൽ CAG റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് 6000 കോടിയോളം നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ്. എന്നാൽ വരുന്ന വർഷം ലാഭത്തിലാവും എന്നുള്ള വിവരങ്ങൾ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. അതെങ്ങനെ സംഭവിക്കട്ടെ. അടുത്തത് ഡിജിറ്റൽ ഇന്ത്യ. ഡിമോണിറ്റൈസേഷൻ നടന്ന സമയത്ത് വളരെ കൂടുതൽ ചർച്ച ചെയ്തിരുന്ന കാര്യമായിരുന്നു ക്യാഷ്ലെസ് എക്കണോമി എന്നുള്ളത്. ഈ ഒരു രീതിയിലേക്ക് രാജ്യം മുന്നോട്ട് പോവുകയാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ ഈ ഗ്രാഫ് കാണുക. ഡിമോണിറ്റൈസേഷന്റെ സമയത്ത് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഏറ്റവും കൂടുതൽ ലെവലിലേക്ക് എത്തിയെങ്കിലും
തിരിച്ച് ATM കാശ് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോഴേക്ക് വീണ്ടും രാജ്യം പഴയ രീതിയിലേക്ക് തന്നെയാണ് പോയത്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല, അത് പരാജയമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ആധാർ കാർഡ് കൊണ്ടുവരുന്നു. അതിന്റെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ, അതിന്റെ ലൂപ്പ് ഹോൾസ്, വിവിധങ്ങളായ ലൂപ്പ് ഹോൾസ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 13 കോടിയോളം ആളുകളുടെ ഡാറ്റ ലീക്ക് ആയിരിക്കുകയാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി ഈ ആളുകളുടെ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ 13 കോടിയോളം ആളുകളുടെ ഡീറ്റെയിൽസ്, അവരുടെ വീട്ടുപേര്, ഫോൺ നമ്പർ, ഈ കാര്യങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് ലീക്ക് ചെയ്തിരിക്കുകയാണ്. അത് തികച്ചും ഭയാനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഒരു പരാജയമായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഈ 16 മേഖലകളിലുള്ള റേറ്റിംഗ് നിങ്ങളിപ്പോൾ കാണുകയുണ്ടായി. ഇതിന് എല്ലാത്തിൻ്റെയും ശരാശരി എടുക്കുകയാണെങ്കിൽ, ആവറേജ് എടുത്ത് നോക്കുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഗ്രേഡ് 1.6 എന്നുള്ളതാണ്. ഇതാണ് ഗവൺമെന്റിന്റെ ഗ്രേഡിംഗ് ആയിട്ട് നമ്മുടെ ഈ പരിശോധനയിൽ നമുക്ക് കിട്ടാൻ കഴിഞ്ഞത്. വളരെ വലിയ ആഘോഷ പരിപാടികളുമായി നരേന്ദ്രമോദി ഗവൺമെന്റ് അതിന്റെ 3ാം വർഷം കൊണ്ടാടുകയാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ഇതിലൂടെ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ യഥാർത്ഥ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് പറയാൻ ഞാൻ ശ്രമിക്കുകയുണ്ടായി. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ കാര്യം ഷെയർ ചെയ്യുക. കാരണം ഗവൺമെന്റ് മാധ്യമങ്ങളെ ഉപയോഗിച്ച്, മീഡിയ ചാനലുകളെയും പത്രങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് വളരെ തെറ്റായ ഇൻഫർമേഷൻ, നിങ്ങളുടെ മനസ്സുകളെ മാറ്റുന്നതിന് വേണ്ടി തെറ്റായ ഇൻഫർമേഷൻ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തെറ്റായ വിവരങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഇതാണ് യഥാർത്ഥ വാസ്തവങ്ങൾ എന്നുള്ളത്, കണക്കുകളെ വെച്ചുകൊണ്ടുള്ള വാസ്തവം ഇതാണ് എന്ന് ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീണ്ടും കാണാം.